ഈ ഈ യാതൊക്കെ വേണേ പിള്ളേരുടെ തല തല്ലി പൊട്ടിക്കും. ഇതിൻ്റെ എല്ലാ ആവശ്യത്തിന് ഞാൻ പ്രധാനമന്ത്രിക്ക് ഒരു മെമ്മറാണ്ടം കൊടുക്കാൻ പോയതാണ്. അതെൻ്റെ ആവശ്യപ്പെട്ട പിണ്ടായ പോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഞാൻ വെച്ചിട്ടുണ്ടോ? ഇത് ഉണ്ടോ? എന്നെ രക്ഷിക്കാൻ സ്വർണ്ണക്കടത്തിന് പോയിട്ടില്ല. ഈ പള്ളിവാസലിൽ ഈ ദാമം കേസിന് ഞാൻ പോയിട്ടില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കേണ്ട ആവശ്യം ഒന്നും വന്നിട്ടില്ല. ഇനിയും ഞാൻ പോകും. അതെനിക്ക് പകല് ഞാൻ എല്ലാ പാർട്ടിയുടെ ആളാണ്. ഇപ്പം ഉണ്ടായിട്ട് വിളിച്ച് സകല പാർട്ടിയിലും പോയി. അത് രാത്രിയിൽ പകലിന്ന് ഏത് സമയത്ത് വിളിച്ചാലും പോയി. അത് ഈ അനാവശ്യങ്ങൾ വിളിച്ചിറക്കാറുണ്ട്. ഞാൻ പെൻഷൻ മേടിക്കുന്നുണ്ട്. എനിക്ക് നാണയില്ലായിരുന്നു. പാവപ്പെട്ട ഒരു പെൻഷൻ മേടിക്കുന്ന പിണ്ടായുടെ സ്ത്രീധനാണോ ഞാൻ കൊടുക്കുന്നത്? അതാ അറിയണ്ട. ഈ പിണ്ടായുടെ പമ്പർന്ന് തീടിയ മക്കളുടെ അല്ല കള്ളക്കടത്തിന് പോയാൽ തുറന്ന് ഞങ്ങൾ മേടിക്കാറുണ്ടോ? ആ മാസപ്പടി മേടിച്ചു. ആ മാസപ്പടിയിലാണോ ഞങ്ങൾ പെൻഷൻ ചോദിക്കണേ? ഇവിടെ ജനങ്ങളുടെ നികുതി മേടിക്കണേ. ആ കാശ് മതി ഞങ്ങൾക്ക്. അല്ല, ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇത് പിണ്ടായുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും ഒന്നുമല്ല. ജനങ്ങളുടെ അവകാശം മാത്രം ചോദിച്ചു. ഞാനൊരു ചിന്താവ് വിളിച്ചില്ല, ഒരു കൊടി പിടിച്ചില്ല. ഞാൻ അതൊക്കെ ഇറങ്ങി. എന്നെ കൊണ്ട് ഇത്രയും കൊള്ളരുതായ്മ ഇറക്കിയത് ഈ CPM ഗുണ്ടകളാണ്. ഈ ഗുണ്ടകൾ. അപ്പോൾ ഈ പിണ്ടായി ഈ യൂണിഫോമാരെ തയ്ച്ചു വെച്ചേക്കാം പോലീസുകാരുടെ. കണ്ണൂർ, കുറുവടി ഇതെല്ലാം കൊടുത്തിരിക്കുക. ജനങ്ങളെ ഈ നീതിക്കാശ ഇതെല്ലാം. ഇവന് ഇറങ്ങി പോകുമ്പോൾ ഇത് ആർക്ക് കൊടുക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കണ്ണൂർ തയ്ച്ചു വെച്ചാൽ ആർക്ക് കൊടുക്കും? ഞാൻ ചോദിക്കണ അനേകം പാർട്ടി ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ഇതുപോലെ വൃത്തിയായിട്ടാ ഭരണം ഉണ്ടായിട്ടോ. കള്ളക്കടത്താറിന് ഇവിടെ ഭരിച്ച മന്ത്രിമാരുടെ ജോലി. അതെയോ? ഇതൊക്കെ ഞാൻ വിളിച്ചു പറയണത്. അല്ല, എനിക്ക് ഒരു പാർട്ടിയല്ല. സ്വതന്ത്രനായിട്ടായി ഓരോരുത്തരും ഇല്ല. ഈ പിണറായി ഒഴിച്ച് ഏത് പാർട്ടി വിളിച്ചാലും ഞാൻ പോകും. എനിക്ക് ഇന്ന പാർട്ടി ഒന്നും രാത്രിയിലോ പകലോ ഇന്നോ സമയമൊന്നുമില്ല. ഇവർ പറയണ രാത്രിയിൽ ഞാൻ കോൺഗ്രസ്, പകല് BJP. ഇത് അവരുടെ തൊഴിലാണ്, എൻ്റെ തൊഴിലല്ല. ഞാൻ ഒരു കൊള്ളയടിച്ചിട്ടില്ല. ഞാൻ ഇന്നും പാവപ്പെട്ട എനിക്കൊരു വീട് വരെയില്ല. കൊള്ളയടിച്ചിട്ടില്ല. പിന്നെ ഇവർ പറഞ്ഞാൽ കൊള്ളയടിച്ചെന്ന് പറഞ്ഞാൽ ഇവരുണ്ടായും കൂട്ടർക്ക് ഒരു മാടം പോലും ഇല്ലാത്തവരാ ഇപ്പോൾ കൊട്ടാരം പണിയിരിക്കണേ. ഒരു പാവങ്ങളെ രക്ഷിക്കാൻ കയറിയതാണ്. ഒരു ചിന്താവായിരുന്നു തൊഴിലാളി വർക്കം ചിന്ത. തൊഴിലാളിയാണോ അപ്പം? ആരാ തൊഴിലാളി? പുറകാടുന്നവർ. ഇതെല്ലാം ഇവരെന്തിനാണ് നമ്മളെ കൊണ്ട് പറയപ്പെടുന്നത്? ഇപ്പം അന്നത്തെ തെണ്ടി നടന്നവരൊന്നും വലിയ രാജകൊട്ടാരാ. പാവങ്ങളെ സഹായിച്ചോ? അന്ന് ഉള്ളതും കൂടെ ഇല്ലാതെയാവുക ഇതായിരുന്നു ഞങ്ങൾക്ക് അന്നുള്ളത്. ഇവർ വക്കറ്റ് വീര് നടത്തി. ഇതോറും കടകൾ തകർത്തെന്നറിയാമോ? ഇവർക്ക് 10,000 കുറഞ്ഞ് വക്കറ്റ് വീരുമില്ല. എത്ര കടകൾ തകർത്തു, എത്ര കമ്പനി തകർത്തു. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണെന്നാണ് ഞാൻ ചോദിക്കണം. അപ്പം ഉണ്ടായുടെ അപ്പം ഇവിടുത്തെ രാജാവാന്ന് പറഞ്ഞു. ഞാൻ പറയണത് ഈ പിണറായിയെ കണ്ടു കഴിഞ്ഞാൽ എത്ര സത്യവാനായിട്ടാണ് ഞാൻ ജീവിക്കണത് ഇന്ന് വരെ. അതുകൊണ്ട് പാവങ്ങളെ നന്നാക്കാൻ കയറിയ പിണറായിയും ഗുണ്ടകളും ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉച്ചരിച്ച് ഈ കൊള്ളവർത്താനം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പോലീസിന് ഇന്നാതെ അധികാരം കൊടുത്താരാ? ഈ തലക്കെട്ട പെൺപിള്ളേരുടെ ആ ജാഥയിൽ എത്ര പെൺപിള്ളേരുടെ വസ്ത്രം വലിച്ച് കീറി പോലീസുകാർ? വസ്ത്രം വലിച്ച് കീറിയില്ല. അത് ഭരിച്ച ഏതെങ്കിലും മന്ത്രിമാർ ചെയ്യിച്ചുണ്ടോ വസ്ത്രം? പെണ്ണുങ്ങളുടെ പെൺപിള്ളേരുടെ ശരീരത്തോടുണ്ട് അധികാരം. ഈ പോലീസുകാർക്ക് എന്നാ ജോലി? ഇവർക്ക് അധികാരമുണ്ടോ? ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുക. എത്ര പെൺപിള്ളേരെ എത്ര പെണ്ണുങ്ങളെ തല്ലി. ആ കൊച്ചിനെ കോളേജിൽ കുത്തിക്കൊന്നു ഒരു കൊച്ചൻ. അതിൻ്റെ അമ്മേനെ ഈ പോലീസ്, വനിതാ പോലീസ് ആ കോടതിയെ മിറ്റത്തോടെ വെച്ചുകൊണ്ട് കൊടുത്തില്ലേ? ഞാൻ കണ്ടത്. ഇവരെന്നാ പറഞ്ഞ ഈ വനിതാ പോലീസിനെ ഏൽപ്പിച്ചേക്കണേ. അപ്പം നമ്മുടെ അവകാശപ്പെടാൻ പറ്റില്ല. ആ കൊച്ചിൻ്റെ അമ്മയുടെ കണ്ണീര് എങ്ങും പറയുന്നാണോ പറഞ്ഞേ? അപ്പം ആ കൊച്ചിൻ്റെ അമ്മേനെ ഇത് വെച്ചുകൊണ്ട് നടക്കണൊക്കെ എൻ്റെ കണ്ണീർ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്ത് കാര്യം പറയാൻ പറ്റുമെന്നാ പറയാനേ? പെൻഷൻ ചോദിക്കാൻ പാടില്ല. നമ്മുടെ കൊച്ചു കൊച്ചങ്ങളെ കൊന്ന് പീഡിപ്പിച്ചു അതിനെ ചോദിക്കാൻ പാടില്ല. വലിയ പണ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോവുക, അത് ചോദിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എന്നെ ഇനി ചോദിക്കണേ? ഇതൊക്കെ എനിക്ക് പറയാമെന്നുള്ളത്.